ഹായ് ഹലോ, രാവിലെ തന്നെ റൂം വെക്കിറ്റ് ഇതൊക്കെ ഇറങ്ങി ഇന്നിപ്പോൾ നേരെ കണ്ണൂർ പോകാനാണ് പോകുന്നത്. അവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക്. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് അനന്തഭവനിലാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അവിടെ പോയി നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മുക്കുട്ടൻ ഇച്ചിരി നേരം അവിടെ നിന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ കയറി. അതിൻ്റെ ഇടയിൽ അനിയത്തിയോട് ഏതോ ഒരു വ്ളോഗർ വന്നിട്ട് പുള്ളിൻ്റെ ഒരു വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ട് എന്തോ ചോദിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഇതൊരു മുരുകൻ്റെ അമ്പലമാണ്. അവിടെ പോയി ഭയങ്കര ഒരു മലയുടെ മേലിലുള്ള ഒരു അമ്പലമായിരുന്നു. പക്ഷേ നല്ല കാറ്റും നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു അവിടെ, ഭയങ്കര ഒരു പോസിറ്റിവിറ്റി. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു അന്നദാനം ഉണ്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചയ്ക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് കയറി ചായയും എന്തൊക്കെയോ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചുമൊക്കെ തന്നെയാണ് ഞങ്ങൾ പോയതില്ലെങ്കിൽ ക്ഷീണമാവുമല്ലോ. അപ്പോൾ പിന്നെ നേരെ പോയത് ആ കാണുന്നത് മുത്തപ്പൻ്റെ അമ്പലമാണ്. അങ്ങോട്ടേക്കാണ് പോയത്. ഞങ്ങൾ പോയത് വൈകുന്നേരം ഒരു 6:30 സമയത്തായിരുന്നു. ജാതിമത വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ് മുത്തപ്പൻ. സത്യത്തിൽ അമ്പലത്തിൽ പോയി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഒരു അനുഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ സത്യത്തിൽ ഒത്തിരി വർഷം കൊണ്ട് കാത്തിരുന്നിട്ട് ഇപ്പോഴാണൊന്ന് പോകാൻ പറ്റിയത് തന്നെ. അങ്ങനെ അവിടെ നിന്ന് നല്ലോണം തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു ഒറ്റ ഉദ്ദേശം കണ്ണൂർ കോക്ടെയിൽ കുടിക്കുക എന്നുള്ളതായിരുന്നു. ഒത്തിരി നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്.